കണക്കൊക്കെ എല്ലാവർക്കും വ്യക്തമല്ലേ? ഈ വീട് പണിയുന്നതിൽ എത്ര പണമാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. വിഴിഞ്ഞത്ത് ഒരു പൈസയും കേന്ദ്ര ഗവൺമെന്റ് തരാതെയും പ്രധാനമന്ത്രിയെ ക്ഷണിച്ചല്ലോ. ക്ഷണിക്കണമെങ്കിൽ വിരോധമൊന്നുമില്ല. ക്ഷണിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ലാതെ തരാത്ത കാശിന്റെ കണക്ക് പറയാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സാസ്കി ഫണ്ട് തിരിച്ചു കൊടുക്കാനുള്ള കാശ് ആരെങ്കിലും തന്നതായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? എന്നാൽ സാസ്കി ഫണ്ടായി തന്ന കാശ് ഇനി കേന്ദ്രത്തിന് തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞോട്ടെ, നമ്മളത് വരവ് വെക്കാം. കൊടുക്കാനുള്ള പണം കടം ഒരു ധനമല്ല എന്ന് പഴയ ആളുകൾ പറയും. കടമായിട്ട് കാശ് തന്നിട്ട് ആ കടം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ വീട് പണിതൊക്കെ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ മാനേജരും സൗത്ത് ഇന്ത്യ ബാങ്കിന്റെ മാനേജറും ഉദ്ഘാടനം ചെയ്യേണ്ടി വരില്ലേ? കടം തന്നു എന്നുള്ളത് ഒരു കഥയല്ല. BDNAയിൽ 269 കോടി രൂപ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഈ നഗരത്തിലെ വീടുകളിൽ വേണമെങ്കിൽ ഒരു ചെറിയ ശതമാനം വേണമെങ്കിൽ അതിൽ കൂട്ടിക്കാണും എന്നല്ലാതെ വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ടും സാസ്കിയിലൂടെ തരുന്നത് ഒരു കടമാണ്. അതും വീട് നിർമ്മാണത്തിനല്ല ഉപയോഗിക്കുന്നത്. അകത്തെ ഫെസിലിറ്റീസ്, റോഡ്, മറ്റാവശ്യങ്ങൾ, ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ വരട്ടെ. ആളുകളുടെ കാര്യത്തിൽ ഒരു ജാഗ്രതയുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ആരടിച്ചാലും കേരളത്തിലെയും കൽപ്പറ്റയിലും ജനങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് വേണ്ട. ആളുകളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആളുകളെ അങ്ങ് കൊണ്ട് താമസിപ്പിച്ചാൽ മതി. ഒരു കാര്യത്തിൽ വർദ്ധിത സന്തോഷമാണുള്ളത്. കാരണം ഇതിനു ശേഷം കുറ്റം പറഞ്ഞവരെല്ലാം കൂടി ഇന്നലെ സ്വർണ്ണക്കപ്പ് കണ്ണൂർ കൊണ്ടുപോയെങ്കിലും ഇവിടെ ഈ പണി നന്നായി നടക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു A ഗ്രേഡ് കേരളത്തിലെ ഗവൺമെന്റിന് തന്നതിന് നല്ല നമസ്കാരം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തും.